രാവിലെ തന്നെ റോക്കുമോനെ കൂട്ടിന്ന് ഇറക്കാമെന്ന് വിചാരിച്ചു. എല്ലാ ദിവസവും രാവിലെ അവനെ കുറച്ച് നേരം ഇറക്കുവേ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് അവൻ അറിയാം. അവനിങ്ങനെ നോക്കി നിൽക്കുന്നതാണിത്. അവനിങ്ങനെ ജല്ലിക്കൂടെ നോക്കി നിൽക്കും. നമ്മളതിലെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേനും അവനറിയാം ഇറക്കുന്ന സമയമൊക്കെ. അവനിങ്ങനെ ആ സമയമാകുമ്പോഴത്തേനും നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇറക്കാൻ പോവാം. ഇറക്കുമ്പോഴത്തേക്കിനുള്ളൊരു കാഴ്ചകളൊക്കെ കുറച്ച് നേരം കാണിക്കാമെന്ന് വിചാരിച്ചു. പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും അവന് മനസ്സിലാകും കേട്ടോ അവനെ അഴിക്കാൻ പോവാണെന്ന്. അവനോട് സ്വന്തമായിട്ട് തുറന്നെടുത്തതാണ് വാതിലൊക്കെ. ഇനി അവൻ അഴിക്കാം. ബഹളം വെപ്പിക്കുന്നു. മാറ്റിയിടുവേ അവനിവിടെ കെട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ കെട്ടുന്നു. ഈ കട്ടൻ വെക്കും മാറ്റുമ്പോഴത്തേക്കിനും അവൻ ഇപ്പം തന്നെ അവൻ ബഹളം തുടങ്ങി. ഇനി അവനെ ബഹളം വെപ്പിക്കാതെ അഴിച്ചെടുക്കാം. ഇതേ അവിടെ നോക്കിയിരിപ്പുണ്ടേ. അവനറിയാം റോക്കുമോനെ ഇറക്കിയ ശേഷമുള്ളൂ. നമ്മുടെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നോളൂ. റോക്കുമോൻ നീ എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാൻ പോവാ നീ? ഇങ്ങനെ കളിക്കുന്ന സാധനമൊക്കെയാണ്. ഇതുകൊണ്ട് ഭയങ്കര കളിയൊക്കെ. ബോളൊക്കെ ഉണ്ടായിരുന്നു. ബോളിൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കി. കളിച്ചോണ്ടിരുന്ന ബോളത്. അപ്പോൾ അതിങ്ങനെ ആക്കി. ഇവന്മാരെ നമുക്ക് തൊടലെ കൊണ്ടു കിടക്കുക അല്ലാതെ അഴിച്ചു വിടാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് അഴിച്ചു വിടാത്ത കാരണം ഗേറ്റ് ഇല്ലാത്തത് കൊണ്ട് ഓടിപ്പോവും. റോട്ടിലേക്കൊക്കെ ഓടിപ്പോവും. ജിജു ആണെങ്കിൽ തൊടലിൽ നിന്ന് പോയാൽ ഓടിപ്പോയിട്ട് പിന്നെ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. റോക്കുവാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പൂച്ചവരൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോയാലൊന്നും ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ തൊടലേ തന്നെ ഇട്ട് വയ്ക്കുന്നത്. രാവിലെ റോക്കുമോൻ്റെ കൂടെയുള്ള കുറച്ച് സമയം എല്ലാവരോടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.